നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തമാകുന്നു എന്ന് തന്നെ പറയാം. കാരണം വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരിക. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ചില കാര്യങ്ങൾ വിഷ്ണു ചക്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ തന്നിരിക്കുന്നത് 0 മുതൽ 4 വരെയുള്ള നമ്പറുകളാകുന്നു. ഈ നമ്പറുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന ചില ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കണ്ണുകൾ അടച്ച് ഭഗവാനെ ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് ഈ നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മാസാധ്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയിലും വ്യാഴാഴ്ച നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. 0 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ആത്മധൈര്യം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. ആത്മധൈര്യം നിങ്ങൾക്ക് അനിവാര്യമാണ് ഇപ്പോൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെ പറയാം. വീര്യം വർദ്ധിപ്പിക്കേണ്ടതായ അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. വാശിയോടെ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഇച്ഛാശക്തി വർദ്ധിക്കുന്നതായ സമയമാണ് ഇത്. ഇതെല്ലാം മറ്റുള്ളവരെക്കാൾ വളരെയധികം വർദ്ധിക്കുന്നതായ അവസരമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. ആത്മധൈര്യം, വീര്യം, ഇച്ഛാശക്തി എന്നീ കാര്യങ്ങൾ മറ്റുള്ളവരെക്കാൾ ഉയർന്ന തലത്തിൽ എത്തുന്നതിനാൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരെക്കാൾ ലക്ഷ്യത്തിൽ വേഗം എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരെ പിന്നിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട്. എന്നിരുന്നാലും താരതമ്യേന നോക്കുകയാണ് എങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് കുറവ് തന്നെയാണ്. അത്രയധികം അടുത്ത സുഹൃത്തുക്കൾ, ആത്മബന്ധം സൂക്ഷിക്കുന്ന സുഹൃത്തുക്കൾ കുറവാകാം. എന്നാൽ ആത്മാർത്ഥതയുള്ളവർ ഉണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ചിലരുടെ ആത്മാർത്ഥത കപടമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഭാവിയിൽ വന്നു ചേരും. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ചില അവസരങ്ങളിൽ ഇടപെടലുകൾ നടത്തുകയും തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരുകയും ചെയ്യാം. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ശത്രുദോഷം അല്പം കുറയുന്നതായ സമയമാണ്. അതിനാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വർദ്ധിക്കും. കർമ്മരംഗത്ത് നിങ്ങളെ കാത്ത് വളരെ അനുകൂലമായ കാര്യങ്ങൾ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. കർമ്മമേഖലയിൽ ഉയർച്ച, ബഹുമാനം, സ്വീകാര്യത എന്നിവ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ചുവപ്പ്, വെള്ള, നീല എന്നീ വസ്ത്രങ്ങൾ കൂടുതൽ ഉയർച്ച നേടിത്തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഈ നിറങ്ങൾ കൂടുതൽ ധരിക്കുന്നതും ശുഭകരമായി തീരും എന്ന കാര്യം ഓർക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. 1 നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനുകമ്പ കൂടുതൽ ഉള്ളവരാണ് നിങ്ങൾ. പലരോടും ഇത്തരത്തിൽ അനുകമ്പ തോന്നുന്നവരാണ് നിങ്ങൾ. സ്നേഹം വളരെയധികം മനസ്സിൽ സൂക്ഷിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ എപ്പോഴും നിങ്ങൾക്ക് അതേ അളവിൽ തന്നെ സ്നേഹം തിരിച്ച് ലഭിക്കണം എന്നില്ല. നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും ജീവിതത്തിൽ നിഷ്കളങ്കതയോടെ പെരുമാറുകയും അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറുന്നതായ അവസരങ്ങൾ ചില സമയങ്ങളിൽ വന്ന് ചേരാവുന്നതാണ്. അനാവശ്യമായ ചില ചിന്തകൾ മനസ്സിലുണ്ട്. എന്നാൽ അത്തരം ചിന്തകൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ നിന്നും അകലും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.
മറ്റുള്ളവർ നിങ്ങളെ പല രീതിയിൽ ധനപരമായും അല്ലാതെയും നിങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്ന കാര്യം ഓർക്കുക. അത് നിങ്ങൾ തടയിടേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും, അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നതിന് കാരണമായി തീരും എന്നോർക്കുക. അത്തരം വ്യക്തികളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കേണ്ടതുമാണ്. രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ചില അവസരങ്ങളിൽ അറിയാതെ തന്നെ ചില രഹസ്യങ്ങൾ ചില വ്യക്തികളോട് പറഞ്ഞു പോവുകയും തന്മൂലം ദോഷഫലങ്ങൾ വന്ന് ചേരുന്നതുമാണ്. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അത്തരം രഹസ്യങ്ങൾ പുറത്ത് പറയേണ്ടിയിരുന്നില്ല എന്ന ചിന്ത പോലും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരാവുന്നതാണ്. വിശ്വസിക്കുന്നവർ തന്നെ നിങ്ങളെ ചതിക്കുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ദയ, അനുകമ്പ എന്നിവ ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. എന്നാൽ അർഹരായവരെയാണ് നിങ്ങൾ സഹായിക്കേണ്ടത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അനർഹർക്ക് സഹായം ലഭിച്ചതുകൊണ്ട് പ്രയോജനമില്ല. കാരണം അർഹരായ നിരവധിയാർന്ന വ്യക്തികൾ സഹായം കാക്ഷിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ വിഗ്രഹം തീർച്ചയായും നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ നിത്യവും 2 നേരം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക. വിഷ്ണു ഭഗവാന്റെ ചിത്രം വീടുകളിലുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഉയർച്ച നൽകും. എന്നാൽ ശ്രീകൃഷ്ണാരാധന മുടക്കരുത്, ഭഗവാനെ നിങ്ങൾ ആരാധിക്കാതിരിക്കരുത് എന്ന് തന്നെ പറയാം. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. ദ്രോഹിക്കുന്നവർ നിങ്ങൾക്ക് വളരെയധികമുണ്ട്. അത് നിങ്ങളുമായി ബന്ധപ്പെട്ട് പല രീതിയിലാണ് ബാധിക്കുന്നത് എന്ന് തന്നെ പറയാം. എന്നാൽ അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേകതരം ദേഷ്യം ഉണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ നിങ്ങളെ ദ്രോഹിക്കുന്ന ചില വ്യക്തികൾക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരങ്ങൾ തന്നെ വന്നു ചേരും. ലൈറ്റ് പച്ച, പിങ്ക്, മഞ്ഞ വസ്ത്രങ്ങൾ എന്നിവ കൂടുതൽ ധരിക്കുവാനായി നിങ്ങൾ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ഈ നിറങ്ങൾ ഭാഗ്യം കൊണ്ടുവരും എന്ന് തന്നെ പറയാം. ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. 2ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. കുശാഗ്രബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. ഇഷ്ടപ്പെടാത്തതായ കാര്യങ്ങൾ ഇഷ്ടമല്ല എന്ന് തന്നെ നിങ്ങൾ പറയും. അത് മുഖത്ത് നോക്കി പറയുന്നവരാണ് നിങ്ങൾ. തർക്കത്തിൽ പലപ്പോഴും ജയിക്കുന്നവരാണ് നിങ്ങൾ. ജയം പലപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പരാജയങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്, പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വിജയങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും എന്നതാണ് വാസ്തവം. സുഹൃത്തുക്കളുടെ സഹായം ചില അവസരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പറയാം. വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ സുഹൃത്തുക്കളിൽ നിന്നും ചില സഹായങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കലാമേഖലയുമായി ബന്ധപ്പെട്ട് അല്പം ഉയർച്ച നേടുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം സാഹിത്യം, കല എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ഉയർച്ച വന്നു ചേരുക എന്ന കാര്യവും ഓർക്കുക. ലക്ഷ്യം നേടുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് എന്ന് തന്നെ പറയാം. കഠിനാധ്വാനികളാണ് നിങ്ങൾ. കഠിനാധ്വാനത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. കഠിനാധ്വാനത്താൽ വിജയങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായ അവസരങ്ങളാണ് ഉണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഡംബരപരമായ വസ്തുക്കൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സഹായിച്ചവർ തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗുണഫലങ്ങൾ നൽകുവാനുള്ള സാധ്യതകൾ കുറവ് തന്നെയാണ്. അതായത് നിങ്ങൾ ആരെയെല്ലാം സഹായിച്ചുവോ അവർ നിങ്ങൾക്ക് ആവശ്യ സമയത്ത് ഉപകരിക്കണം എന്നില്ല. എന്നാൽ ഒരിക്കലും തിരിച്ച് സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ആരെയും സഹായിക്കുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. കറുപ്പ്, അതേപോലെ പിങ്ക് നിറങ്ങളിലുള്ള ഡ്രസ്സുകൾ, ഡാർക്ക് നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ എന്നീ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഭാഗ്യം കൊണ്ടുവരും എന്ന കാര്യവും ഓർക്കുക. ഈ നിറങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന നിറങ്ങൾ തന്നെയാകുന്നു.
ഈ സമയം ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വിജയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ വളരെയധികം താല്പര്യത്തോടെ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നിരുന്ന പല വ്യക്തികളും നിങ്ങൾക്ക് തന്നെ പാരയായി മാറുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവർ മൂലം ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിനോ കാരണമായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉരുത്തിരിയാം എന്ന് തന്നെ പറയാം. പെട്ടെന്ന് മനസ്സലിയുന്നവരാണ് നിങ്ങൾ. ഇത് പലരും നിങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് ഒരു ഉപാധിയായി കാണുന്നു എന്നതും വാസ്തവമാണ്. അർഹരായ വ്യക്തികളെ നിങ്ങൾ തീർച്ചയായും സഹായിക്കണം. എന്നാൽ അനർഹരെ സഹായിക്കേണ്ടതില്ല എന്നത് വാസ്തവമാണ്. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ ഒരർത്ഥത്തിൽ പറയാം. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്. എത്ര തടസ്സവും മാറി ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ നടക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് എന്ന് തന്നെ ഈ സമയത്തെക്കുറിച്ച് പറയാം. സന്തോഷകരമായ നിരവധിയാർന്ന വാർത്തകൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വസ്തു, വാഹനം തുടങ്ങിയ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സഹായകരമായ കാര്യങ്ങളാണ് സംഭവിക്കുക. ഇത്തരം കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിനുള്ള സാഹചര്യം ഉരുത്തിരിയും എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിൽ പലവിധ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. ഈ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുമാണ് നിങ്ങൾ. പക്ഷേ പലപ്പോഴും അത് പരാജയപ്പെട്ടു പോവുകയാണ് പതിവ്. പല കാര്യങ്ങളും പ്രതീക്ഷയോടെ കാണുകയും അത് നിങ്ങൾക്ക് നിർവിപരീതമായി വന്ന് ഭവിക്കുകയും ചെയ്യുന്നതായ അവസരമാണ്, അല്ലെങ്കിൽ അത്തരം സാഹചര്യമാണ് ഉള്ളത് എന്ന് ഓർക്കുക. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതായ ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ ഇപ്പോൾ വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ബഹുമാനം, സ്വീകാര്യത ഇവ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്നതായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ നിറങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന നിറങ്ങളാകുന്നു. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും എന്ന കാര്യവും ഓർക്കുക. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കൂ. നാലാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളവരാണ് എന്ന് തന്നെ പറയാം. പലപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നതും വാസ്തവമാണ്. ഈ അടുത്ത കാലത്താണ് കൂടുതലായും ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നത്, അല്ലെങ്കിൽ നിങ്ങളെ തളർത്തുന്നതായ കൂടുതലായ കാര്യങ്ങൾ ഈ സമയത്ത് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രതീക്ഷിച്ചതായ കാര്യങ്ങൾ നിങ്ങൾ നേടും എന്ന് വിചാരിച്ചതായ കാര്യങ്ങൾ നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥ, സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാതെ തടഞ്ഞ് നിൽക്കുന്നതായ അവസ്ഥ. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എന്നിവയെല്ലാം ജീവിതത്തിൽ നിന്നും അകലുന്ന, അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. തെറ്റായ തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു.
എന്നാൽ ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ തെറ്റായ ഈ തീരുമാനങ്ങൾ മാറ്റി ശരിയായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സുഹൃത്തുക്കളെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാകുന്നു. അവർ മനഃപൂർവ്വമല്ല എങ്കിൽ പോലും ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. അതിനാൽ എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് തീരുമാനിക്കുവാൻ പാടുള്ളതല്ല. നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടൂ എന്ന കാര്യവും ഓർക്കുക. ജീവിതത്തിൽ വഴിത്തിരിവുകൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അതിന് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന ചില കാര്യങ്ങൾ, ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വരാം. അത് വഴിത്തിരിവായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറും. കാരണം നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളിലൂടെ പോലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരാം. നിഷ്പ്രയാസം ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങൾ നടക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കർമ്മരംഗത്ത് പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരാം. അതിനാൽ തന്നെ നിങ്ങൾക്ക് സ്വീകാര്യത, ബഹുമാനം ഇവയെല്ലാം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ പ്രതീക്ഷിക്കാം എന്ന കാര്യവും ഓർക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഭാഗ്യ നിറങ്ങളെ കുറിച്ചാണ്. ഈ നിറങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക. വെള്ള, നീല, ഓറഞ്ച് എന്നീ നിറങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന നിറങ്ങളാകുന്നു. അതിനാൽ തന്നെ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൂടുതലായി ധരിക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്.